ഇപ്പൊ ആ മ്യൂസിക് ഷോ നടക്കുമ്പോഴാണ് അവര് പറയുന്ന മനസ്സിലാകാൻ വേണ്ടി സ്റ്റേജിൽ നിന്ന് ഹോജിനാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോഴാണ് ഈ ശബ്ദം കേട്ട് ചാമൂഹിയാണ് ഷോക്കായി നോക്കുമ്പം അവൾക്ക് അവിടെ ഹോജിനെ കാണാൻ പറ്റും. അതുകൊണ്ട് അവൾ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് അവനും ഇവളെ തിരിഞ്ഞു നോക്കിയിട്ട് അവൻ വലുതായിട്ട് മൈൻഡ് ചെയ്യാതെ പോലെ അങ്ങോട്ടേക്ക് മാറി നിൽക്കും. എന്നിട്ട് പുറത്ത് വെച്ച് ചാമൂഹിയോട് അവിടുത്തെ സ്റ്റാഫും ഈ ഷോ നടത്തുന്നവര് ഇവളുടെ ഭയങ്കര ഫാനാന്ന് പറഞ്ഞ് ഇവളോട് ഇപ്പൊ സംസാരിക്കണം എന്ന് പറയുമ്പം ഇത് കേട്ട് അവളാണ് എങ്കിൽ പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൂടെ ഒരാൾ കാണത്തില്ലെന്ന് ചോദിക്കും. അങ്ങനെ അവൾ ഹോജിനെ കണ്ടുമുട്ടെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് നോക്കുമ്പം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വന്നേക്കുന്ന വേറൊരാളായിരിക്കും. അങ്ങനെ അതിനെ ശിവരോടൊക്കെ സംസാരിച്ചിട്ട് ഇവളെ സ്റ്റാഫായിട്ട് അവിടെ നോക്കുമ്പം ഇതിനു മുമ്പ് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തി അതിനു മുമ്പ് മാറിയാൻ ചോദിക്കും. അപ്പോഴാണ് ആ ലേഡിക്ക് അതൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അടുത്ത് നിന്ന് മറ്റേ മിസ്റ്റർ കിമ്മാണ് മനഃപൂർവ്വം ഹോജിനെ വിളിച്ചിട്ട് നീ ഇവിടെ നിപ്പുണ്ടോന്ന് പറഞ്ഞ് അവനെ കുറിച്ച് തിരക്കും. അപ്പോഴാണ് അവനും കാർ എടുക്കാൻ വേണ്ടി പുറത്തേക്കോ എന്ന് പറയുമ്പം ഇങ്ങേരി ഇവൾ കേൾക്കത്തക്കുന്ന രീതിയിൽ ഹോജി നീ പാർക്കിങ്ങിന്റെ അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇങ്ങേരി സംസാരിച്ച് ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ അതോടെ ചാമൂഹിയും പെട്ടെന്ന് അപ്പം തന്നെ അങ്ങേറെ പുറേ ഫോളോ ചെയ്തു പോകും. അതിനേശ് കിമ്മാണ് ഇവളെ കണ്ടിട്ട് ഇത് ചാമൂഹിയല്ലേ ചോദിക്കുമ്പം അവൾ മുമ്പേ പരിചയമുണ്ടോ ചോദിക്കും. അപ്പോഴാണ് അങ്ങേരും പിന്നല്ലാതെ ഫേമസ് ആയിട്ടുള്ള ആക്ടർസ് ആർക്കെങ്കിലും അറിയാതിരിക്കോ കൂടാതെ എന്റെ തൊട്ടടുത്തായിരുന്നു നിങ്ങളുടെ സീറ്റ് കൂടെ നമ്മുടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ലേ ആ സീറ്റിലായിരുന്നു ഹോജിൻ ഇരുന്നോണ്ടിരുന്നത്. മുമ്പ് ആ ലേഡിയോട് സംസാരിച്ചില്ലേ ആ പറഞ്ഞ സത്യം അവൻ എന്റെ കൂടെ വന്ന് എന്നിട്ട് ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പം ഇവരുടെ ഫ്രണ്ട് ഈ ഹോജിൻ നിൽക്കും. അതിനേശ് അങ്ങേര് കയ്യോടെ ഇവളെ ഹോജിന്റെ വീട്ടിലേക്ക് ഡിന്നറിന് വിളിച്ചോണ്ടിരും. അപ്പോഴാണ് അവളും ഈ വീട്ടിൽ ഓണർ വിളിക്കാതെ ഇവൾ അങ്ങനെ അകത്തേക്ക് വരുന്നെന്ന് പറഞ്ഞ് അവള് ഹോജിനെ കുറിച്ച് പറയുമ്പം അങ്ങേരാണ് ഈ വീട് അങ്ങേർക്കും കൂടെ സ്വന്തം പറയും. അതുകൊണ്ട് ഇവന്റെ അനുവാദത്തിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് അങ്ങേര് ഇവൾ അകത്തേക്ക് വിളിക്കാൻ നോക്കുമ്പം ഹോജിനാണ് നീ പുറത്തേക്കോന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് സൈൻ കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇവളാണ് എങ്കിൽ പിന്നെ തീർച്ചയായിട്ടും വരാന്ന് പറഞ്ഞ് അങ്ങേരോട് അകത്തേക്ക് കയറിച്ചില്ലും. അതിനേശ് അകത്ത് വെച്ച് അങ്ങേരാണ് ഇവൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറയുമ്പം അവൾ ഏത് ഫുഡായാലും കുഴപ്പമില്ല അവൾക്ക് കുറച്ച് എരിയുള്ള ഫുഡ് ഒത്തിരി ഇഷ്ടമെന്ന് പറയും. ഇത് കേട്ട് അങ്ങേര് പറഞ്ഞ പോലെ നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടുവരാൻ പറയുമ്പം അവൻ ഇവിടെ പാചകം ചെയ്യാൻ വലിയ സാധനമൊന്നും ഇല്ലെന്ന് പറയും. അപ്പോഴാണെങ്കിലും രാവിലെ വാങ്ങിച്ചോണ്ടെന്ന് ആ സാധനമൊക്കെ എവിടെ പോയി നിറഞ്ഞ് മര്യാദയ്ക്ക് അതും കൊണ്ട് പാചകം ചെയ്യാൻ പറയുമ്പം ഇവളാണ് ഉള്ളത് മതി പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് അവനും ഒരു നോട്ടമൊക്കെ ഇവളെ നോക്കിയിട്ട് അവൻ പാചകം ചെയ്യാൻ വേണ്ടി പോകും. അതിനെ ഇങ്ങേർക്ക് ഒരു ഫോൺ കോൾ എന്ന ഉടനെ സംസാരിക്കാൻ വേണ്ടി അവിടെ നോക്കുമ്പം ആ സമയം നോക്കി ഇവളാണ് അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് വല്ല സഹായം വേണം ചോദിക്കും. അപ്പോഴാണ് അവനും ഇവൾ ഇവിടുത്തെ ഗസ്റ്റ് അല്ലേ അതുകൊണ്ട് അവിടെ ചെന്ന് കുത്തിയിരിക്കാൻ പറയും. കൂടാതെ അവനും കുറച്ച് ദേഷ്യത്തിലൊക്കെ ഇവൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുമ്പം അവള് വിശന്നുണ്ട് മിസ്റ്റർ കിം വിളിച്ചപ്പോ ഇങ്ങോട്ടേക്ക് അങ്ങ് വന്നേന്ന് പറയും. കൂടാതെ ഇപ്പൊ തന്നെ ഫുഡ് ഉണ്ടാക്കിന്റെ സ്മെല്ലൊക്കെ ഇവൾക്ക് അടിക്കുമെന്ന് പറയുമ്പം അവന് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയതേ ഉള്ളെന്ന് പറയും. ഇത് കേട്ട് അവളും കുറച്ച് വിഷമിച്ച് ഇവരുടെ അവസ്ഥയെ പോലെ ഇതുവരെ തുടങ്ങിയില്ലേന്ന് പറഞ്ഞ് എങ്കിൽ പിന്നെ നമുക്ക് ഇപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ് ഇവരുടെ ലവ് ലൈഫിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവളെ ഇൻഡക്ഷൻ കുക്കർ ഓൺ ചെയ്യും. അപ്പോഴാണ് അവനും എന്തായാലും ഒന്നും തുടങ്ങാത്ത സ്ഥിതിക്ക് ഇപ്പൊ തന്നെ നിർത്തുന്ന നല്ലതെന്ന് പറഞ്ഞ് അവനെ സ്റ്റോപ്പ് ചെയ്യുമ്പം ഇവളാണ് ടെൻഷനായി എങ്കിൽ പിന്നെ ഇവനെ കിസ് ചെയ്തേക്ക് ചുമ്മാതാണെന്ന് പറഞ്ഞ് അതൊക്കെ എപ്പോഴും സ്റ്റാർട്ടായെന്ന് പറഞ്ഞിട്ട് പോകും. അതേസമയം ഇവിടെ ഹീറോ അവന്റെ സെക്രട്ടറി ആയിട്ട് കൊറിയ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് അവളും വേണേ ചാമൂഹിയെ വിളിച്ച് ഇവ വന്ന കാര്യം പറയട്ടെ എന്ന് ചോദിക്കുമ്പം അവനാണ് അവളെ തന്നെ കണ്ടെത്തി ഇവൻ ആദ്യം ഫോൺ വിളിക്കുമെന്ന് പറയും. അങ്ങനെ അവൻ മനഃപൂർവ്വം അവളെ കാണാൻ വന്നെങ്കിലും ഇവന്റെ സെക്രട്ടറിയോട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഇത്രയും ദൂരം യാത്ര ചെയ്തെന്ന് പറഞ്ഞ് അവനും കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ഇവളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവൾക്ക് മനസ്സിലായി ഇവൻ ചാമൂഹിയെ കാണാൻ വേണ്ടി മാത്രം ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നേന്ന്. എന്നിട്ട് ഇവിടെ ചാമൂഹി അവരായിട്ട് ഒരുമിച്ച് കഴിക്കുമ്പോഴാണ് മിസ്റ്റർ കിമ്മാണ് കൊച്ചിലെ ഹോജനായിട്ട് കാനഡയിൽ പോയെന്ന് പറഞ്ഞ് അവിടെ ഇവ രണ്ടുപേരും ഒരു വാട്ടർഫാളൊക്കെ കണ്ടായിരുന്നു പറയും. ഇത് കേട്ട് കഴിച്ചോണ്ടിരുന്ന അവൾക്ക് ചുമ വരുമ്പം അവന് വാട്ടർഫാളിൽ നിന്ന് ഈ തവണ പോയില്ലെന്ന് പറഞ്ഞ് അങ്ങേരോട് സംസാരിച്ചോണ്ടിരിക്കും. അതിനെ ശിവളും കുറച്ച് സങ്കടത്തി പൈപ്പിന്റെ വെള്ളമൊക്കെ തുറന്നിട്ടിട്ട് ഇവ രണ്ടിലൊന്ന് ഒരുമിച്ച് കണ്ട സ്ഥലം വാട്ടർഫാളിനെ പോലെ ബ്യൂട്ടിഫുൾ അല്ലായിരുന്നു എന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പം അവനാണ് ഇവള് പറഞ്ഞു കേട്ട് അത് വാട്ടർഫാൾ ആയിട്ട് കണക്കൂട്ടാൻ അവനുമായി എന്ന് പറയും. അപ്പൊ അവളും ഒരു ഇന്നിവൻ ഈ മ്യൂസിക് കൺസേർട്ട് വന്നത് ഇവൾ അവിടേക്ക് വരുമെന്ന് അറിഞ്ഞിട്ടാണോ ചോദിക്കുമ്പം അവനാണ് ഇവൾ വരാൻ പോകുന്ന അറിഞ്ഞിട്ടൊന്നുമില്ല അവൻ അവിടേക്ക് വന്നേന്ന് പറയും. കൂടാതെ ഇവൾ അവിടെ വന്നോണ്ട അവൻ അടുത്ത് സീറ്റ് ഒന്നും ഇരിക്കാത്തതെന്ന് പറയുമ്പം ഇത് കേട്ടിട്ട് അവളും ഇവളോട് സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണെങ്കിൽ എങ്കിൽ പിന്നെ ഇവളുടെ മാനേജർ എന്തിനാ ഇവന്റെ വീട് താമസിപ്പിക്കുന്നത് ചോദിക്കും. അങ്ങനെയാണ് ഇവൾ ഇടയ്ക്കൊക്കെ അവന്റെ വീട്ടിലേക്ക് വരാറുണ്ടെന്ന് പറയുമ്പം ഇത് കേട്ട് ഹോജിനാണ് ഇതുവരെ അവന്റെ വീട്ടിൽ പോയിട്ടില്ല അതുകൊണ്ട് ഇനി വരാനാണ് ഇവളുടെ പ്ലാൻ എന്ന് പറഞ്ഞ് അവൻ ചോദിക്കും. അങ്ങനെ ഇവളായിട്ടെല്ലാം തെറ്റിരിച്ച് ഒരു ധൈര്യത്തോടെ വീണ്ടും ഇവന്റെ അടുത്തേക്ക് വന്നാണെന്ന് ചോദിക്കുമ്പം അവളാണ് അത്രയും ധൈര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇവനെ വീണ്ടും വീഴ്ത്താൻ പറ്റത്തുള്ളൂ എന്ന് അവൾ പറയും. കാരണം ഇതുവരെ ഒരു വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷെ അവസാനം കണ്ടപ്പോൾ ഇവളുടെ അടുത്തേക്ക് റെയിൽവേ ഗേറ്റ് ക്രോസ് ചെയ്ത് വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾക്ക് ചെറിയ ഒരു ധൈര്യം കിട്ടിയെന്ന് പറയും. അതുകൊണ്ട് നമ്മളന്ന് കണ്ട് വെള്ളമാണെങ്കിലും അത് വാട്ടർഫാൾ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അതിനേശം ഇവളുടെ മാനേജറും പുറത്ത് ടാക്സി അടിച്ച് വീട്ടിൽ പോകാൻ നോക്കുമ്പം അവനാണ് സെയിം ടാക്സി ഇരുന്ന് ജിയോങ് ആണ് ഇറങ്ങി പോകുന്ന കാണും. അങ്ങനെ അത് കണ്ട് അവനും ഇവളീ കോലത്ത് എങ്ങോട്ടേക്ക് പോയിട്ടെന്നൊക്കെ നോക്കിയിട്ട് അവന് മൈൻഡ് ചെയ്ത കാറിനകത്ത് കയറിയിരിക്കും. അപ്പനാണ് വണ്ടി എടുത്ത് അടുത്ത സെക്കൻഡ് അവൾ ആ കാറിന്റെ പുറകെ ഓടിയിരുന്നത്. കാരണം ഇവളുടെ ബാഗ് അറിയാതെ കാറിൽ തന്നെ വെച്ചിട്ട് പോയി. അതിനേശം അവന് പുറത്തേക്ക് ഇറങ്ങി ഇവളുടെ ബാഗ് കൊടുത്തിട്ട് ആ ഫോണിലായിരുന്നോണ്ട് ഇവൾ പുറയുന്ന വിളിച്ചൊന്നും കേട്ടില്ലെന്ന് പറയും. അപ്പനാണ് അതേസമയം അവളും ഹീൽസ് ഒക്കെ ഇട്ട് അവൾ ക്ലബ്ബിൽ ചെന്ന് ഇപ്പൊ ഡാൻസ് കളിച്ചോണ്ട് അവളുടെ കാലാണ് വേനെടുക്കും. അതിനെ
അതിനുശേഷം അവനും കണ്ടിട്ട് ഒരു ചെറിയ ഉളുക്കായിട്ട് തോന്നുന്നറിഞ്ഞ് അപ്പൊ തന്നെ കടയിൽ ചെന്ന് ഇവളുടെ വേദന മാറാൻ വേണ്ടി അവന് ടേപ്പ് വാങ്ങിച്ചോണ്ട് വരും. അതിനുശേഷം അവനും അവൾക്ക് അത് ഇട്ട് കൊടുത്തിട്ട് ഇവൾക്ക് വലിയ വേദനയെ കൊണ്ടാന്ന് ചോദിക്കുമ്പം അവളാണ് ഇവൻ കാണിക്കുന്ന കെയറിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ട് ഇവനൊരു അത്ലറ്റ് ആയിരുന്നു ചോദിക്കും. അപ്പോഴാണ് അവനും പണ്ട് ഷൂട്ടിങ്ങിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷെ ഒരു ഇഞ്ചുറി കാരണം അവൻ അതൊക്കെ നിർത്തിയെന്ന് പറയും. അങ്ങനെ അതിനുശേഷം ഇവര് സംസാരിച്ചുകൊണ്ട് പോകുമ്പം അവനാണ് ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ മറക്കാൻ വേണ്ടി ചുമ്മാ ഏതൊരു ഒരു പയ്യന്റെ പുറകെ ചെന്ന് ചീറ്റ് ചെയ്യേണ്ടെന്ന് പറയും. അപ്പോഴാണ് അവളും ഇവളെ കാണുമ്പോഴൊക്കെ ഇവളെ ചീറ്റ് ചെയ്യാതെ തടഞ്ഞു നിർത്താനാണല്ലോ നോക്കുന്നതെന്ന് അറിഞ്ഞ് ഇവന്റെ ഉദ്ദേശം എന്തോന്ന് ചോദിക്കുമ്പം അവനാണ് ഇവൾക്ക് വേണ്ടി നല്ലതറിഞ്ഞെന്നറിഞ്ഞ് ഇവളുടെ ബോയ് ഫ്രണ്ട് സ്പെയിനിലൊക്കെ പോയെന്നറിഞ്ഞ് അവൻ ഇൻസ്റ്റയ്ക്കകത്ത് കണ്ടെന്നറിയും. അതുകൊണ്ട് ഇവൾക്ക് അവനെ മറക്കാൻ സാധിക്കുന്നില്ല. വീണ്ടും അവന്റെ കൂടെ സംസാരിച്ച് ഒന്നേരാൻ വേണ്ടി പറയുമ്പം അവളാണ് ഇവനിപ്പോ ഇവളെ കുറിച്ച് വിഷമിക്കുവാണെന്ന് ചോദിക്കും. അങ്ങനെയാണ് എക്സ് ബോയ് ഫ്രണ്ടിനെ മറക്കാൻ ഇവൻ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുമ്പം ഇത് കേട്ട് അവനും ഇവൻ സമ്മതിക്കുവാണ് ഇവളങ്ങ് ഓക്കെ പറയുകയും ചോദിക്കും. കാരണം അവൻ ഷൂട്ട് ചെയ്യാൻ പോവാണ്, ആ ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ട് അവന്റെ ഫുൾ മനസ്സോടെ ഷൂട്ട് ചെയ്യുന്ന പറയുമ്പം ഇതേ സമയം ഇവൾക്ക് ആ കോൺഫിഡൻസ് ഉണ്ടോന്ന് ചോദിക്കും. അതോടെ അവള് പെട്ടെന്ന് ഇവനെ കിസ് ചെയ്യും. അതിനുശേഷം അവള് താങ്ക്സ് പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പം ഇവനാണ് അവളെ തറഞ്ഞിർത്തിയിട്ട് ഇവൾ ആദ്യം ട്രിഗർ ചെയ്തെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ റൊമാൻസ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം ഇവരുടെ ഹീറോയുടെ കൂടെ പാവ സെക്രട്ടറിയും കൂടെ തണുപ്പി പെട്ടുപോയി കിടക്കും. അതുകൊണ്ട് അവളാണ് വേണേ ആദ്യം ചാമൂഹി എന്ന് വിളിച്ച് പറയട്ടെ ചോദിക്കുമ്പം ഇവനും ജാടയെ കാണിച്ചിട്ട് അവള് തന്നെ ആദ്യം വിളിക്കും പറഞ്ഞ് ഇവള് വിളിക്കണ്ടെന്ന് പറയും. അപ്പോഴാണ് അവനും ആ പ്ലെയിനിൽ വെച്ച് അത്ര സംഭവിച്ചിട്ട് അവൾ ഇതുവരെന്താ വിളിക്കാത്തെന്നറിഞ്ഞ് ഇവൻ അന്നാണെന്ന് ആലോചിച്ച് നോക്കും. കാരണം ആ സമയത്ത് ഇവർ തമ്മിൽ എന്തോ നടന്നിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് അതൊക്കെ ആലോചിച്ചിട്ട് അവനും ഇതുവരെ ചാമൂഹി വിളിക്കാത്തോണ്ട് ഇനി തണുപ്പത്തിരിക്കാൻ വയ്യാതെ അവന് ഹോട്ടലിൽ പോകാൻ പറയും. എന്നിട്ട് ഇവിടെ ചാമൂഹിയാണ് മിസ്റ്റർ കിമിന് ഓട്ടോഗ്രാഫ് കൊടുത്തിട്ട് അടുത്ത പ്രാവശ്യം ഇവിടെ പ്രൊമോഷൻ ചെയ്യുന്ന പ്രോഡക്ട്സ് ഒക്കെ ഓട്ടോഗ്രാഫ് ഇട്ടരാന്ന് പറയും. കൂടാതെ ഇങ്ങേരെ പോലെ നോവലിസ്റ്റിനെ ആദ്യമായിട്ടാ കാണുന്നതെന്ന് പറയുമ്പം അയാളാണ് എന്നെക്കാളും മുമ്പേ നിനക്ക് ഹോജിനെ പരിചയമുണ്ടല്ലേ, അവനും ബുക്കൊക്കെ എഴുതാറുണ്ട് എന്നിന് അയാളും പറയുമ്പം അവള് ഷോക്കില് ഇവൻ ബുക്കൊക്കെ എഴുതുമെന്ന് ചോദിക്കും. അങ്ങനെയാണ് അവൾക്ക് ആ ബുക്ക് ആണെന്ന് പറയുമ്പം പെട്ടെന്ന് ഹോജിനും അത് അവൻ കോളേജ് പഠിച്ചപ്പോൾ എഴുതിയത് ആ ബുക്ക് ഇപ്പം ആർക്കും കിട്ടത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അങ്ങനെ സമയം കിട്ടുമ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് ആ ബുക്ക് എടുത്ത് ഇവൾക്ക് വരാന്ന് പറയും. അവിടെ രണ്ടുപേരും കൂടെ ഇൻസ്റ്റയെ ഫോളോ ചെയ്താലെന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് അവളാണ് ഫോളോ ചെയ്യുന്നത് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഇവള് തിരിച്ച് ഫോളോ ചെയ്ത അക്കൗണ്ട് മൊത്തത്തിൽ അങ്ങ് ഫാൻസ് ചുറ്റും പറയും. ഇത് കേട്ട് അയാൾക്ക് മനസ്സിലായി എങ്കിൽ പിന്നെ ഹോജിനെ തിരിച്ച് ഫോളോ ചെയ്തിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ അവളാണ് ഹോജിനെ ഒന്നും എന്നെ ഫോളോ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് അവൾ ആ കാര്യം അറിയാതെ പറയും. അപ്പോഴാണ് ഇങ്ങേരും നീ ഇവളെ ഫോളോ ചെയ്ത കാര്യം ഒന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് അയാൾ ചോദിച്ച ഉടനെ ഇവിടെ ഹോജിനാണ് വെട്ടുമായിരിക്കും. അതുകൊണ്ട് അവനും അന്ന് ആദ്യം കണ്ടപ്പോൾ പ്രോമിസ് ചെയ്തോണ്ട് അവൻ ചെയ്തതെന്ന് പറയുമ്പം ഇവളാണ് കോമന്റ് ചെയ്തിട്ട് നോക്കിയപ്പോൾ കുറെ ഫോളോവേഴ്സ് ആയതുകൊണ്ട് ഇവനെ കണ്ടില്ലായിരുന്നു പറയും. അതോടെ അങ്ങേർക്കാണ് ചിരി വന്നിട്ട് നിന്നെ കണ്ണിപ്പോലും കണ്ടില്ലടാ ഹോജി എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവൾ അവനോട് സോറി പറഞ്ഞിട്ട് എന്തായാലും ഇവളെന്ന് പ്രോമിസ് ചെയ്ത പോലെ ഇവൻ തിരിച്ച് ഫോളോ ചെയ്തേക്കാന്ന് പറയും. അപ്പോഴാണ് അവന് നാണക്കേട് സഹിക്കാൻ പറ്റാതെ അവന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഇവളെ വീട്ടിൽ പോയിക്കോളാൻ പറയും. പക്ഷെ അവർ രണ്ടുപേരും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാതെ വീട്ടിൽ ചെന്നിട്ട് സീരിയലേ കാണുമെന്ന് പറഞ്ഞ് അവരതിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം മിസ്റ്റർ കിമ്മാണ് കണ്ണാടി എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ചെല്ലുമ്പം ഹോജിനാണ് ഇന്ന് കുറെ എൻജോയ് ചെയ്തെങ്കിൽ തിരിച്ച് ഇങ്ങേര് വീട്ടിലേക്ക് പോകാൻ പറയും. അപ്പോഴാണ് അങ്ങേരും വീട്ടിൽ പോകാൻ തന്നെയാ പുറത്തേക്ക് ഇറങ്ങിയ, പക്ഷെ ആ പെങ്കൊച്ചിന് നീ ഒറ്റയ്ക്കാക്കല്ലെന്ന് പറഞ്ഞ് ഇവൻ അവൾ അവോയ്ഡ് ചെയ്യണം ചോദിക്കുമ്പം അവനാണ് അവൾ ഏത് സമയത്ത് എന്തോ ആലോചിക്കുന്നതെന്ന് അവൻ ഇതുവരെ മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് പറയും. അങ്ങനെ അവൾക്ക് ഇവനോട് സത്യത്തിൽ ഇഷ്ടമുണ്ടോ അല്ലെ ഇതിനുമ്പ് ഇവന് ഇഷ്ടമല്ലെന്ന് റിജക്ട് ചെയ്തോണ്ട് അവൾ സമാധാനപ്പെടുത്താനാണ് വന്നതെന്ന് ഇവനൊരു പിടിയില്ലെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അങ്ങേരും ഒരു ട്രാൻസ്ലേറ്റർ ആയിട്ട് ഇവൻ ഭാഷ മനസ്സിലാക്കാതിരുന്ന് എങ്ങനെയാന്ന് പറഞ്ഞ് ഇവൻ അവളുടെ ഭാഷ മനസ്സിലായില്ല എങ്കിൽ പിന്നെ നല്ലോണം പഠിക്കാൻ വേണ്ടി പറയും. അതേസമയം ചാമൂഹിയാണ് അവൾ ഒറ്റയ്ക്ക് അങ്ങോട്ടൊക്കെ നടന്നു പോകുമ്പോഴാണ് ഇവൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറഞ്ഞ് ആ കാനഡയുള്ള പാട്ട് അവിടെ ഉള്ളത്. അങ്ങനെ അത് കണ്ട് അവളും അവനായിട്ടുള്ള ആ മെമ്മറീസ് ഒക്കെ ആലോചിച്ച് നോക്കും. അങ്ങനെ അതിനുശേഷം ഹോജിനകത്തേക്ക് കയറി വരാത്തോണ്ട് ഇവള് തന്നെ പുറത്തേക്ക് ചെന്ന് താമസിച്ചുകൊണ്ട് അവളിപ്പോ വീട്ടിൽ പോകാൻ പറയും. അങ്ങനെ അങ്ങേര് പോയെന്ന് ചോദിക്കുമ്പം അവനാണ് അങ്ങേര് എപ്പോഴേ പോയി ഇപ്പൊ ഇവളോട് ഇവന് കുറച്ച് കാര്യം സംസാരിക്കണമെന്ന് പറയും. അപ്പോഴാണ് അവള് പേടിച്ചിട്ട് പുറയിൽ എന്തോ സാധനം മറച്ചു വെക്കുന്നത്. അപ്പോഴാണ് അത് കണ്ടവനും ഇവളുടെ നിൽപ്പൊന്നും ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് ഇവളുടെ പുറം എന്തോ മറച്ചു വെച്ചേക്കുന്നത് ചോദിക്കുമ്പം അവളാണ് മിസ്റ്റർ കിം തന്ന ബുക്ക് പുറ വെച്ചേക്കോന്ന് പറയും. അങ്ങനെ അതിനെന്തോന്ന് പറഞ്ഞ് ഇവളും കാണിക്കാതിരിക്കുമ്പോഴാണ് അവനും പുറ ഏതോ കാക്ക പറഞ്ഞെന്ന് പറഞ്ഞ് പെട്ടെന്ന് തട്ടിപ്പറിച്ച് വെക്കും. അപ്പോഴാണ് ഇവൻ ഇവൾക്ക് വേണ്ടി വാങ്ങിച്ച ആൽബം ഉള്ളത് കാണുന്നത്. അങ്ങനെ അത് കണ്ട് അവന് ചിരി വരുമ്പം ഇവളും കട്ടെടുത്തിയ അത് അവള് തന്നെ സമ്മതിച്ചെന്ന് പറയും. അപ്പോഴാണ് അവനും ഇവൻ ചുമ്മാ എന്തോ സാധനം ചോദിച്ചുള്ളു, പക്ഷെ ഇവളിങ്ങനെ കട്ടെടുത്ത കാര്യം അവൻ എപ്പോഴും അറിഞ്ഞെന്ന് പറയും. അപ്പോഴാണ് ഈ ഒരു അവസ്ഥയിൽ അവളും അവൾക്കിപ്പോ നാണക്കേട് തോന്നുന്നു പറഞ്ഞ് മര്യാദയ്ക്ക് ആ ബുക്ക് എന്ന് അവളിവിടെ നിന്ന് പോയിക്കോളാം പറയും. അപ്പോഴാണ് അവനും ആൽബത്തോടെ ആ ബുക്ക് തിരിച്ചു കൊടുത്തിട്ട് ഈ സത്യം പറഞ്ഞ ഇവൾക്ക് വേണ്ടി തന്നെയാ വാങ്ങിച്ചെന്ന് പറയും. പക്ഷെ അത് ഇവൻ തന്നെ കൊടുക്കുന്നതിന് മുമ്പ് ഇവളിങ്ങനെ കട്ടെടുക്കുന്ന് അവനൊട്ടും പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ് ഇവളോട് സംസാരിക്കുമ്പം അവള് സോറി പറഞ്ഞിട്ട് തന്ന ഗിഫ്റ്റിന് താങ്ക്സ് പറയും. അങ്ങനെ അടുത്ത പ്രാവശ്യം ഇവൻ എന്തെങ്കിലും ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞിട്ട് അവള് സന്തോഷിച്ച് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം അവൻ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോഴാണ് അവൾ ആൽബത്തിന്റെ കവർ മാത്രമേ കൊണ്ടുപോയി കാണത്തുള്ളൂ, ആ ഡിസ്ക് ഇപ്പോഴും ഇവിടെ തന്നെ ഉള്ള. ഇതേ സമയം ഇതറിഞ്ഞ അവളും ഇതിന് വേണ്ടിയാണ് വെറുതെ നാണം കെട്ടിയെന്ന് പറഞ്ഞ് അവളും ചമ്മിപ്പോയിരിക്കും. അപ്പോഴാണ് അവൻ ഇവളെ ഫോൺ വിളിച്ചിട്ട് വെറും കവറും കൊണ്ടാണ് ഇവള് പാട്ട് കേൾക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവനും ചോദ്യം
ചോദ്യം ചെയ്യുമ്പം ഇവളാണ് മനഃപൂർവ്വം വച്ചിട്ടൊന്നുമല്ല, ഇവള് മറന്നുപോയതാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവനും എങ്കിൽ പിന്നെ ഇവളുടെ വീടിന്റെ പുറത്ത് വെയിറ്റ് ചെയ്ത അവൻ തന്നെ കൊണ്ടുവന്ന് തരാന്ന് പറയും. അപ്പോഴാണ് അവളും കുറച്ച് ശയ്യായി ഇത്രയും ദൂരം ഒന്ന് യാത്ര ചെയ്തൊന്നും തരണ്ടെന്ന് പറയുമ്പം അവനും കാറിൽ കയറി എങ്കിൽ പിന്നെ വേണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ പോകാന്ന് പറയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ഇനി പോകണ്ടെന്ന് പറഞ്ഞ് ഇവളെ സന്തോഷത്തിൽ ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം അവള് വീട്ടിൽ ചെന്ന് ഇവനെ കാണാനുള്ള സന്തോഷത്തിൽ പുറത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഇവളുടെ അങ്കിൾ ആന്റിയും കൂടെ അവിടേക്ക് വരും. അങ്ങനെ ഇത് കണ്ട് അവള് ഷോക്കായി അവർ സംസാരിക്കാൻ വിളിച്ചുകൊണ്ട് അവിടെ നോമ്പരാണ്. ഇതേ സമയം ഹോജിനാണ് ഇവളുടെ വീട്ടിൽ എത്തിയിട്ട് അവളെ വിളിച്ചു നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അവളാണ് ഇപ്പൊ ഫോൺ എടുക്കത്തില്ല. അങ്ങനെ കുറെ സമയമായിട്ട് അവൻ വിളിച്ചിട്ട് എടുക്കാത്തോണ്ട് അടുത്ത ദിവസം അവളുടെ മാനേജറിനെ വിളിച്ച് ചാമുഹിയെ വിളിച്ചെന്താ ഫോൺ എടുക്കാത്തെന്ന് ചോദിക്കുമ്പം അവനാണ് അതറിയത്തില്ലെന്ന് പറഞ്ഞ് അവളിപ്പോ ഫോട്ടോഷൂട്ടിന് പോയേക്കോന്ന് പറയും. അതുകൊണ്ട് ഫോൺ കൊടുക്കണമെന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കുമ്പം ഇത് കേട്ട് ഹോജിനും അവൾ ഓക്കെ ആണെങ്കിൽ എങ്കിൽ പിന്നെ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പിന്നെ സംസാരിച്ചോളെന്ന് പറയും. അപ്പോഴാണ് മാനേജറും ഇന്ന് ചാമുഹിയെ കുറിച്ച് കുറച്ച് അനാവശ്യങ്ങളായിട്ട് ആർട്ടിക്കൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് കാരണമായിരിക്കും ചിലപ്പോൾ അവൾ സംസാരിക്കാത്തെന്ന് പറഞ്ഞ് ഇവൻ ആ കാര്യം പറഞ്ഞിട്ട് അവളിപ്പോ ഫുൾ ഓക്കെ ആന്ന് പറയും. അതോടെ ഹോജിനും എന്നിട്ടാണ് ഇവന്റെ കോളൊന്നും എടുക്കാത്തെന്ന് പറഞ്ഞ് അവനും കുറച്ച് ദേഷ്യത്തിലാവും. അതിനുശേഷം ഇവിടെ ചാമുഹിയും ഹോജിയും വിളിച്ചേക്കുന്നേ കണ്ടിട്ട് ഇവൾ അവനെ കുറിച്ച് തന്നെ ആലോചിച്ചോണ്ടിരിക്കുക. കാരണം ഇവള് മനഃപൂർവ്വം അവന്റെ ഫോൺ എടുക്കാത്ത. അങ്ങനെ അതിനുശേഷം അവിടേക്കൊന്ന് ഇവളുടെ മാനേജറും ഇവളുടെ ഫാമിലിയെ കുറിച്ചൊക്കെ ഈ പാർട്ടിക്കലി പബ്ലിഷ് ചെയ്തേക്കെന്ന് പറയും. അതായത് ഇവളുടെ അങ്കിൾ ആന്റിയൊക്കെ കണ്ടെത്തി ഇവൾ റിച്ച് ആയിട്ട് കുടുംബത്തിൽ ജനിച്ചെന്ന് അവരൊക്കെ ന്യൂസ് ഇട്ടേക്കുന്നത്. പക്ഷെ ഇവളുടെ അങ്കിൾ ആന്റിക്കാണ് ഇവൾ ഒട്ടും തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് അവളും ഇങ്ങനെ ന്യൂസ് സ്പ്രെഡ് ചെയ്തത് അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതിനുശേഷം അവനും ഹോജിയും വിളിച്ച കാര്യം പറയുമ്പം ഇവളാണ് ഇന്നലെ ഫുള്ളും അവൻ അവിടെ നിർത്തിപ്പിച്ചുകൊണ്ട് ഇനി അവനെ കാണാനുള്ള ധൈര്യം ഇവൾക്കില്ലെന്ന് പറയും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിനുശേഷം എന്തൊക്കെ ശ്രമിക്കുക നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം.